പ്രിയപ്പെട്ടവരെ, അഭിമന്യ ജോസഫ് കുരീത്തറ പിതാവിൻ്റെ 25ാം ചരമവാർഷികം 2025 ജനുവരി 6-ാം തീയതി നമ്മൾ ആചരിക്കുകയാണ്. പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ചങ്ങാതി എന്നുള്ള വിളിയാണ്. വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ആരാണെങ്കിലും പിതാവിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ പിതാവ് ആദ്യം ചോദിക്കും, ചങ്ങാതി എന്താണ് അങ്ങനെ വന്നത്? ആ ചങ്ങാതി എന്നുള്ള വിളിയിൽ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം ഉണ്ടാകും. കൊച്ചി രൂപതയ്ക്ക് വേണ്ടി, കൊച്ചി രൂപതയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. രൂപതയ്ക്കുള്ള കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. പിതാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഏറ്റവും സ്നേഹത്തോടെ കൈകൾ കൂപ്പി ശിരസ് നമിക്കുന്നു. കുരീത്തറ പിതാവിൻ്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അഭിമന്യ പിതാവിനെക്കുറിച്ചുള്ള സ്മരണകളുണ്ടാവും. പണ്ട് സംഭവിച്ച 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് പറഞ്ഞ ചില വചനങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. കടന്നു പോകുന്നത് അറിവ് നേടിയ മനുഷ്യനല്ല, അറിവ് തന്നെയാണ്. ജീവിതത്തിൽ പ്രാർത്ഥിച്ച മനുഷ്യനല്ല, പ്രാർത്ഥന തന്നെയാണ്. സ്നേഹിക്കപ്പെട്ടവനല്ല, സ്നേഹം തന്നെയായിരുന്നു പിതാവ്. പിതാവിൻ്റെ ചങ്ങാതി എന്നുള്ള ആ ഒരു വിളി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരിയേറെ വൈകാരികമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ പ്രയോജനരഹിതനും കർത്താവിൻ്റെ ദാസനും ചരിത്രത്തിലെ സത്യാന്വേഷിയുമായിരുന്നു കുരീത്തറ പിതാവ്. അയച്ചവനിലുള്ള ആശ്രയബോധം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവപരിപാലനയുടെ അത്ഭുതങ്ങൾ പിരിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ വ്യക്തിത്വത്തിനു മുമ്പിൽ ശിരസ് നമിക്കുന്നു. അഭിമന്യ ജോസഫ് കുരീത്തറ പിതാവിൻ്റെ 25ാമത് ചരമവാർഷികം അനുസ്മരിക്കുമ്പോൾ പിതാവിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ ഓർമ്മകളിങ്ങനെ പച്ചയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അഭിമന്യ കുരീത്തറ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൈവജനത്തിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ടൊരു സമർപ്പിതയായിട്ടുള്ള ഒരു പിതാവായിരുന്നു. ദൈവജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ കാണാനും അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പിതാവ് തൻ്റെ യാത്രയിലും താൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട്, കൊച്ചി രൂപതയിലെ ജനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ വിധത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്ലാനിങ് നടത്തുമായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം അതൊക്കെ എല്ലാം കുറിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ എഴുതി വെച്ചതൊക്കെയും എത്രയും വേഗം നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹം അതിന് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പിതാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ വൈദികരിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്.
അവരെ ഓരോരുത്തരെയും പിതാവ് ഏൽപ്പിക്കുമായിരുന്നത്. അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വിശ്വസ്തരായ തൻ്റെ സഹപ്രവർത്തകരായിട്ട് തന്നെ കാണുമായിരുന്നു. അതുകൊണ്ട് അവരിൽ അഭിനയ പിതാവ് വിശ്വാസം സമർപ്പിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഏതെങ്കിലും ഒരു കാര്യം ഒരു അച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അച്ഛനത് കൃത്യതയോടുകൂടി ചെയ്യും. തൻ്റെ ആഗ്രഹമനുസരിച്ച്, തൻ്റെ ചിന്ത അനുസരിച്ച്, തൻ്റെ പ്രതീക്ഷ അനുസരിച്ച് അച്ഛൻ പ്രവർത്തിക്കുക എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം അഭിനയ പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈദികനെ ഏൽപ്പിച്ചെന്നാൽ ആ വൈദികന് അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പുറകെ നടന്നുകൊണ്ട് അദ്ദേഹം അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. കാരണം കൃത്യസമയത്ത്, വേണ്ട സമയത്ത് തൻ്റെ ഏറ്റവും കൂടുതൽ സഹപ്രവർത്തകരായ വൈദികർ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു ആകുലതയോ ഒരു ടെൻഷനോ ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ധാരാളം സഹപ്രവർത്തകരാണ് എല്ലാ വൈദികരും തന്നെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വിശ്വസ്തരായ സഹപ്രവർത്തകരായിട്ട് ഒന്നുചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് കൊച്ചി രൂപതയിലെ ഇങ്ങനെ സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമായിരുന്നത്. അഭിമന്യ പിതാവ് തൻ്റെ സഹപ്രവർത്തകർ അർപ്പിച്ച ആ ഒരു വിശ്വാസവും അവരിലുള്ള പ്രതീക്ഷയും അതൊക്കെയാണ് ഞങ്ങളെ ഇന്നും ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ശക്തിയായിട്ടൊക്കെ നിലകൊള്ളുന്നത്. അതാണ് ശരിക്കും ഒരു നേതൃത്വത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെ മഹോന്നതമായ ഗുണമെന്ന് അഭിനയ പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു, മനസ്സിലാക്കി തരുന്നു. അഭിനയ പിതാവ് ആരോഗ്യ ഓർമ്മകൾ ഞങ്ങൾ ഇന്നും പച്ചയായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിമന്യ ജോസഫ് പുലിത്തറ പിതാവിൻ്റെ ഓർമ്മ മനസ്സിൽ ഓർത്തെടുക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഒരു രൂപം ശരിക്കും ഒരു പൈതൃക വാത്സല്യത്തിൻ്റെ ഒരു രൂപമാണ്. ഞാൻ ഇറ്റലിയിലോട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ബിഷപ്പ് ഹൗസിലാണ് ഉറങ്ങിയത്. ഷാലോമിൽ അവിടെ എൻ്റെ മുറിയിലോട്ട് ഞാൻ ഊണ് കഴിച്ച് ചെല്ലുമ്പോൾ ജനലിൻ്റെ അരികിൽ ഒരു ബനിയാൻ കിടക്കുന്നുണ്ട്. ആ ബനിയാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ബനിയാനിൽ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ അതിൻ്റെ അകത്തൊരു പോക്കറ്റുണ്ട്. അപ്പോൾ പിന്നെ പിതാവിനെ കണ്ടപ്പോൾ പറഞ്ഞത്, ചങ്ങാതിക്ക് ആ ബനിയാൻ കിട്ടിയോ? പാസ്പോർട്ട് വളരെ സൂക്ഷിച്ച് കൊണ്ട് നടക്കണമെപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആ ബനിയാൻ്റെ കൂടെ ഒരു പോക്കറ്റുണ്ട്, ആ പോക്കറ്റിൽ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. എത്ര ശ്രദ്ധയോടെയാണ് ഒരു മകനെ പിതാവ് പറഞ്ഞയക്കുന്ന വാത്സല്യത്തോടുകൂടെയാണ് ഇറ്റലിലോട്ട് പോകുവാനായിട്ടുള്ള ആ തലേ ദിവസം എന്നോട് കാണിച്ച ആ ഒരു സ്നേഹം അതിലും ഭയങ്കരമായിരുന്നു. അന്ന് തന്നെ ബിഷപ്പ് ഹൗസിൻ്റെ താഴത്തെ പിതാവിൻ്റെ മുകളിലോട്ട് പോകുന്നതിൻ്റെ പറ്റുള്ള പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ റൂം, ആ ഒരു റൂമിലെ പിതാവ് ഇരിക്കുന്നത് ഞാൻ നടന്നു പോയപ്പോൾ എന്നെ വിളിച്ചു കാട്ടി അടുത്ത് നിർത്തിച്ചും പറഞ്ഞു, ചങ്ങാതിനെ ഞാൻ എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടാണ്. ഞാൻ കാലെ കെട്ടി വീണു നിറകണ്ണുകളോടെ, പിതാവ് എന്താണ് ഞാനല്ലേ ചോദിക്കേണ്ടത്, എന്നോട് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? എനിക്കിന്നും മനസ്സിലായിട്ടില്ല ആ പിതാവ് എന്നോട് കാണിച്ച ആ ഒരു സ്നേഹവും പിതാവ് എന്നെ പറഞ്ഞു വിടുമ്പോഴുണ്ടായ ആ ഒരു വാത്സല്യവും. ഇതാണ് പുലിത്തറ പിതാവ്. എൻ്റെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്ന ക്ഷമിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം, ക്ഷമ ചോദിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം. ഒത്തിരി നല്ല ഓർമ്മകളുടെ സമൃദ്ധിയാണ് എനിക്ക് അഭിമന്യ ജോസഫ് പുലിത്തറ പിതാവ്. 35 വർഷങ്ങൾക്ക് മുമ്പ് വൈദിക പരിശീലനത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള മൈനർ സെമിനാരിയിൽ പരിശീലനം നേടിയ കാലത്ത് ആ പിതാവ് പകർന്നു തന്ന പ്രാർത്ഥനാ ചൈതന്യവും ദൈവ പരിപാലനയുള്ള വിശ്വാസവും
അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസവും വാത്സല്യവും സ്നേഹവും ഒക്കെയാണ് 25 വർഷം പിന്നിടുന്ന ഈ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തിയ ഒത്തിരി നല്ല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിലകൊണ്ട് ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു എനിക്ക് പ്രിയപ്പെട്ട ജോസഫ് കുരിത്തറ പിതാവ്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത വിജയവും. മൈനർ സെമിനാരി ചാപ്പലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് സെമിനാരിക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അതിലെല്ലാം പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലെല്ലാം പിതാവ് സന്നിഹിതനായിരുന്നു. പിതാവിൻ്റെ ആ പ്രാർത്ഥനാ ചൈതന്യം ഇന്നും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു പ്രചോദനമാണ്. പിതാവിൻ്റെ ആ നന്മ നിറഞ്ഞ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ഞാൻ പ്രണമിക്കുന്നു. പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഹൃദയപൂർവ്വം നേരുന്നു. ഞാൻ ഫാദർ ആൻ്റണി അഞ്ചുതൈക്കൽ, ഇപ്പോൾ കൊച്ചി രൂപതയുടെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുടെ ജനറൽ മാനേജരായിട്ട് തോപ്പുംപടി കാത്തലിക് സെൻറ്ററിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ജോസഫ് കുരിത്തറ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം പശ്ചിമ കൊച്ചിയുടെയും അതുപോലെ സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നത്. ആത്മീയ രംഗത്ത് മാത്രമല്ല, ഭൗതിക വികസന കാര്യങ്ങളിലും അദ്ദേഹം ഒരു വലിയ സംഭാവന നൽകി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യ പുരോഗതി എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഗുണപരമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെയാണ്, അത് ജനങ്ങളുടെ അവകാശമാണെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടും രൂപതയിലെ എല്ലാ എയ്ഡഡ് സ്കൂളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് എന്ന പോലെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി അദ്ദേഹം ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടക്കൊച്ചിയിലുള്ള അക്വിനാസ് കോളേജും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അതിൻ്റെ വലിയ തെളിവുകളാണ്. വൈദികൻ എന്ന നിലയിൽ ഒരു വ്യക്തിപരമായ ഒരു ചെറിയ അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചെല്ലാന സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിലാണ് ഞാൻ വൈദികനായിട്ട് തുടങ്ങുന്നത്. 1989 ജനുവരി മുതലാണ് 3 വർഷക്കാലം അവിടെ കൊച്ചനായിട്ട് സേവനം ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ സേക്രഡ് ഹാർട്ട് ഇടവക രൂപീകരിക്കുന്ന ചുമതലയോടുകൂടി കുമ്പളങ്ങിയിലേക്ക് എന്നെ പിതാവ് സ്ഥലം മാറ്റി നിയമിച്ചു. അതോടൊപ്പം തന്നെ KCYM എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ രൂപത ഡയറക്ടറായിട്ടും എന്നെ നിയോഗിച്ചു. കാലഘട്ടത്തിലാണ് വോയിസ് ഓഫ് കുമ്പളങ്ങി എന്ന ജനകീയ സംഘടന രൂപീകരിച്ചുകൊണ്ട് കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലം യാഥാർത്ഥ്യമാക്കാൻ അതിൻ്റെ പരിശ്രമങ്ങൾ ആദ്യം KCYM തുടങ്ങി, പിന്നെ അത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നത്. അപ്പം അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്കും അവസരമുണ്ടായി. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എതിർപ്പുകളും പരാതികളും ഒക്കെ ഉണ്ടായിട്ടും പിതാവിൻ്റെ അടുത്ത് നിരന്തരമായിട്ട് പരാതികൾ പോയിട്ടും ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനായിട്ട് പൂർണ്ണ പിന്തുണയാണ് ഈ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് എനിക്കും പിതാവ് നൽകിക്കൊണ്ടിരുന്നത്. ഒടുവിൽ പാലത്തിൻ്റെ പണികൾ പൂർത്തിയാകുന്ന ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇറ്റലിയിലേക്ക് പോയതുകൊണ്ട് പാലത്തിൻ്റെ ഉദ്ഘാടന വിവരങ്ങൾ അഭിനന്ദ ജോസഫ് കുരിത്തറ പിതാവാണ് അദ്ദേഹം മരിക്കുന്നതിന് മുൻപുള്ള ക്രിസ്മസ് ആശംസകൾക്ക് മറുപടി അയച്ചപ്പോൾ എഴുതി എന്നെ അറിയിച്ചത്. അദ്ദേഹം മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ കത്ത് എനിക്ക് ഇറ്റലിയിൽ കിട്ടുന്നത്. ഇന്നും ആ കത്ത് ഞാൻ വളരെ സ്നേഹപൂർവ്വം നല്ലൊരു ഓർമ്മയായി, പിതാവിനെ കുറിച്ചുള്ള ഓർമ്മയായിട്ട് ഞാൻ കരുതി സൂക്ഷിച്ചു വയ്ക്കുകയാണ്. കൊച്ചിയുടെ പിതാവ് എന്ന പേരിന് തീർത്തും അർഹനായ ഒരു വ്യക്തിയാണ് ജോസഫ് കുരിത്തറ പിതാവ്.
ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ തീക്ഷ്ണ സ്വഭാവം നമുക്കും ഉൾക്കൊള്ളാം. ഞാൻ സിസ്റ്റർ സെലിൻ കട്ടപ്പുറം, പള്ളോട്ടൈൻ സിസ്റ്റർ. അഭിവന്യ ജോസഫ് കുരീത്തർ പിതാവിൻ്റെ ഈ സ്മരണാ ദിനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ചില വേറിട്ട അനുഭവങ്ങൾ. ഞാൻ കോട്ടയം രൂപതയിലെ ഒരംഗമായിരുന്നു. 1981 ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വഴി പിതാവിന് ഞങ്ങളെ പരിചയപ്പെടുവാനിടയായി. 1981 ജൂലൈ മാസത്തിൽ ഞാനും എൻ്റെ സഹോദരി സിസ്റ്റർ ലൂസിയും റോമിൽ എത്തുമ്പോൾ പിതാവും റോമിലുണ്ടായിരുന്നു. അന്ന് തന്നെ പിതാവ് ഫോണിൽ വിളിച്ച് യാത്രാവിശേഷങ്ങൾ ആരായുകയും എത്രയും വേഗം ഞങ്ങളെ സന്ദർശിക്കുന്നതാണെന്ന് പറയുകയും അമേരിക്കയിലേക്ക് യാത്രയാവുകയും ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്ന പിതാവ് ഞങ്ങളെ സന്ദർശിക്കുന്നതിനായി ഗ്രോത്തഫെറാത്തയിലുള്ള ഞങ്ങളുടെ നോഷിറ്റ് ഹൗസിൽ വന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും തിരിച്ച് നാട്ടിലെത്തിയ പിതാവ് കോട്ടയത്തുള്ള ഞങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വീടുമായുള്ള ഈ ബന്ധം പിതാവ് എല്ലാ കാലത്തും നിലനിർത്തിയിരുന്നു. 1982 അഭിവന്യ പിതാവ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ കൊച്ചി രൂപതയിൽ തുടങ്ങുന്നതിനായി ക്ഷണിക്കുകയും പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് 1984 ഞങ്ങൾ കൊച്ചി രൂപതയിൽ വരികയും ഞങ്ങളുടെ ആദ്യ ഭവനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഒരു പിതാവിനടുത്ത കരുതലും സ്നേഹവും എല്ലാ കാലവും പിതാവ് ഞങ്ങളോട് കാണിച്ചിരുന്നു. മിക്ക വിശേഷ അവസരങ്ങളിലും പിതാവിൻ്റെ സ്നേഹനിധിയായ അമ്മയെ ഞങ്ങളുടെ കൂടെ നിർത്തുമായിരുന്നു. പിതാവിന് ഒത്തിരി ജോലി തിരക്കുള്ള അവസരങ്ങളിൽ ഒരു ടൈപ്പ് റൈറ്ററുമായി വരുമായിരുന്നു. ഒരു മുറിയിൽ അടച്ചിട്ട് സ്വസ്ഥമായി ജോലി ചെയ്തിരുന്ന പിതാവിനെ ഇന്നെന്ന പോലെ ഞാൻ ഓർമ്മിക്കുന്നു. രോഗാവസ്ഥയിലും ഒത്തിരിയേറെ പ്രതീക്ഷകളോടെയായിരുന്നു പിതാവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. കൊച്ചിയുടെ ഒരു മഹാശില്പി എന്നാണ് എനിക്ക് പിതാവിനെ വിശേഷിപ്പിക്കുവാൻ തോന്നുക. വളരെ ലളിതമായ ജീവിത ശൈലിയായിരുന്നു അഭിവന്യ പിതാവിൻ്റേത്. ആ ലാളിത്യ മനോഭാവമായിരുന്നു അനേകരെ പിതാവിലേക്ക് ആകർഷിച്ചത്. വ്യക്തിപരമായി പിതാവിനോടെന്നും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ രോഗാവസ്ഥയിൽ ആണെന്നറിഞ്ഞ ഉടൻ തന്നെ കോട്ടയം കാരിത്താസ് ആസ്പത്രിയിൽ വന്ന് അപ്പച്ചനെ സന്ദർശിക്കുകയും പിന്നീടും വീട്ടിൽ വന്ന് അപ്പച്ചനെ കാണുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിതാവ് ഏതൊരു ആവശ്യത്തിന് കോട്ടയത്ത് പോയാലും എൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. എൻ്റെ അപ്പച്ചനെ ഒരു മൂത്ത സഹോദരനെ പോലെയാണ് കണ്ടിരുന്നതെന്നാണ് പിതാവ് എപ്പോഴും പറയുമായിരുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ മഠം തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം വരികയും അഭിവന്യ സൂസ്യപ്പാക്യം പിതാവുമായി കൂടിയാലോചന നടത്തുകയും മഠം തുടങ്ങിയ ശേഷവും മാണിക്യപുരത്ത് വന്ന് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾ എപ്രകാരമെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളും ഒത്തിരി സ്നേഹിച്ച നല്ല പിതാവിന് നിറഞ്ഞ മനസ്സോടെ പ്രണാമം. ഞാൻ സിസ്റ്റർ ജാൻസി, അസിസി കോൺവെൻറ്റ്, കോൺഗ്രിഗേഷൻ ഡോട്ടേഴ്സ് ഓഫ് നസറത്ത്. ഞങ്ങളുടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് കുരീത്തർ പിതാവാണ് ഇവിടെ തുടങ്ങാനായിട്ടുള്ള ആരംഭം കുറിച്ചത്. ഞങ്ങളുടെ മദർ ജനറലിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ഇവിടെ ഒരു കോൺവെൻറ്റ് തുടങ്ങുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആയതിനാൽ 1984 ഞങ്ങളുടെ അസിസി കോൺവെൻറ്റ് സ്ഥാപിതമായി. ഒത്തിരിയേറെ നല്ല ഓർമ്മകളാണ് അഭിവന്യ കുരീത്തർ പിതാവിനെ കുറിച്ചുള്ളത്. എല്ലാ സിസ്റ്റേഴ്സിനും ഒരു പിതാവിൻ്റെ വാത്സല്യം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഒരു വിദ്യാലയം തുടങ്ങാനായിട്ട് അനുവാദം ചോദിക്കാൻ പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിതാവ് ഒത്തിരി നാളായി ആഗ്രഹിച്ചെന്നൊരു കാര്യമാണ് ബധിരമുഖ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാലയം ആരംഭിക്കുവാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ മദർ ജനറലിനോട് അത് ആവശ്യപ്പെടുകയും
അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള മദറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അത് പരിശ്രമിക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ഒരുക്കിയെടുക്കുകയും പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു വിദ്യാലയം ഞങ്ങൾക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളോടുള്ള വാത്സല്യവും സ്നേഹവും കരുതലുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സമയം ഒത്തിരിയേറെ വിദ്യാർത്ഥിനികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുവാൻ ചേർന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്രമാത്രം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസമില്ലാതെ കഴിഞ്ഞുകൂടുന്നുണ്ട് ഓരോ കുടുംബത്തിലും. അതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. പിതാവിന് നന്ദിയോടെ ഓർക്കുകയാണ്. ഓരോ ദിവസവും സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും കുരിത്തറ പിതാവിൻ്റെ ഓർമ്മയാണ് ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. ഇതിന് ഒത്തിരിയേറെ നന്ദിയും ബഹുമാനവും അർപ്പിക്കുന്നു. പിതാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെമിനാരിയിൽ വന്ന ആദ്യത്തെ വർഷം ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രീഫെക്റ്റ്, അന്ന് ആൻ്റണി തളിതറ അച്ഛനായിരുന്നു, അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ കുളിച്ച് റെഡിയാവണം, ബിഷപ്പിൻ്റെ കൂട്ടത്തിൽ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ഒരു ജോസഫ് ഷാജിയും കൂടെ ഉടനെ തന്നെ റെഡിയായി ബിഷപ്പ് ഹൗസിലേക്ക് ചെന്നു. ബിഷപ്പ് പറഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെയും കാറിൽ കയറ്റി ബിഷപ്പ് പുറത്തേക്ക് പോയി. കുമ്പളങ്ങിലുള്ള ഒരു കോൺവെൻറ്റിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷം. അന്ന് അവരോട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരികെ പോന്നു. ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കാറിലിരുന്ന് പുറത്തു പോകുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ആ നല്ല ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നീടുള്ള വലിയ മനോഹരമായിട്ടുള്ളൊരു ഓർമ്മ, ചില ദിവസങ്ങളിൽ ബിഷപ്പ് ഞങ്ങളെല്ലാവരെയും വിളിക്കും. സെമിനാരിലുള്ള കുട്ടികളെല്ലാവരും വിളിച്ചിട്ട് പുറത്തു പോകാമെന്ന് പറയും. അങ്ങനെ എല്ലാവരെയും കൂട്ടി രാത്രി ഭക്ഷണം കഴിയുമ്പോഴേക്കും ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകും. അന്ന് ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ബീച്ച്. അവിടെ എല്ലാവരും കൂടെ പോയിരിക്കും. എന്നിട്ട് ബിഷപ്പ് അവിടെ ഇരുന്ന് ഷെർലോക്ക് ഹോംസിൻ്റെ കഥ പറയും. സിനിമ കാണുന്ന പോലെയാണ് അന്ന് ഞങ്ങൾ ബിഷപ്പ് പറയുന്ന ആ കഥ കേട്ടുകൊണ്ടിരുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. കുരിത്തറ പിതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ, ദൈവത്തിന് നന്ദി. ഒരു അവസരം എനിക്കിത് കിട്ടിയതിൽ കുരിത്തറ പിതാവ് എൻ്റെ വൊക്കേഷന് തന്നെ, എൻ്റെ വിളിക്ക് പല തടസ്സങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ആത്മാർത്ഥമായി സഹായിക്കുകയും എന്നെ ആ വിളിയിൽ ഉറച്ചു നിൽക്കാനുള്ള എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നതിന് പിതാവിന് നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് എപ്പോഴും ഒരപ്പച്ചനായിരുന്നു, ഇത്രയും സ്നേഹമുള്ള അപ്പച്ചൻ, ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരപ്പച്ചൻ. എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഒരു അപ്പച്ചൻ എന്ന രീതിയിൽ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഞങ്ങളെ സഹായിക്കുകയും റോമിൽ വരുമ്പോഴാണെങ്കിലും ഞങ്ങളെ വന്ന് കാണാതെ പിതാവ് പോവുകയില്ല എപ്പോഴും. അത് ഞങ്ങൾക്ക് വളരെ ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ ജീവിതം റിലീജിയസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായമായിരുന്നു. പറയുമായിരുന്നു, സന്യാസ ജീവിതം അത്ര ഭാരമുള്ളതല്ല, പല കഷ്ടതകളും അനുഭവിക്കേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. അറിയാത്ത കുറ്റത്തിന് പോലും ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത കുറ്റത്തിനും നിങ്ങൾ ബാധ്യസ്ഥരായി വഴക്ക് കേൾക്കേണ്ടിയൊക്കെ വരും.
എന്നാലും ആലോചിച്ചുകൊണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞെന്ന് വഴി നിങ്ങൾ വരേണ്ടതാ. ആലോചിക്കുക, തീരുമാനിക്കുക, എന്നിട്ട് ഒറ്റയ്ക്കുള്ളൊരു തീരുമാനം എടുക്കുക. ഇതാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളോട് പറയുമായിരുന്നു, ഉടുപ്പിട്ടത് കൊണ്ട് മാത്രം ഒരു കന്യാസ്ത്രീ ആകുന്നില്ല, അതനുസരിച്ച് ജീവിക്കണം. എപ്പോഴും ഒരു താക്കീതുണ്ടായിരുന്നു. അങ്ങനെ ഈ നടക്കാൻ പോകുന്ന വഴിയിലും എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിലേക്ക് പിതാവ് നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മറക്കാൻ വേണ്ട അതൊരു മായാത്ത മുദ്രയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിതാവിൻ്റെ ആ സാന്നിധ്യം, പിതാവിൻ്റെ സ്നേഹം എല്ലാം. ഞാൻ സിസ്റ്റർ ഡെയ്സി, കോൺഗ്രിഗേഷൻ ഓഫ് ഡോട്ടേഴ്സ് ഓഫ് നസ്രത്ത്. ഇപ്പോൾ ഞാൻ ഇറ്റലിയിൽ നിന്ന് വെക്കേഷന് വന്നതാണ്. അപ്പോഴാണ് റാഫി അച്ഛനായിട്ട് കണ്ടുമുട്ടിയത്. അപ്പോൾ കുരീത്തറ പിതാവിൻ്റെ ചരമവാർഷികം ആഘോഷിക്കുന്നുണ്ട് 6-ാം തീയതിയെന്ന് കേട്ടിട്ട്. അപ്പോൾ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടി പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കടന്നു പോവുകയായിരുന്നു. ഞങ്ങൾ ആസ്പിരൻ്റ് ആയിരുന്നപ്പോഴേക്കും പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. ഒന്നാമത്തത് ഞങ്ങളുടെ ഇറ്റാലിയൻ സിസ്റ്റേഴ്സിനെ ഭാഷ അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഞങ്ങളായിരുന്നു പിതാവും ഏറ്റവും മുൻപിൽ നിന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്ന, ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഇറ്റാലിയനും അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രയാസത്തിൻ്റെ സമയത്ത് പിതാവ് ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്ന് ഞങ്ങളോട് അവർ പറയുന്നത്, ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് പറഞ്ഞു തരുന്നത് പുള്ളിക്കാരൻ ഞങ്ങളോട് ട്രാൻസ്ലേഷൻ ചെയ്യുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, പിതാവ് പറയുമായിരുന്നു, നിങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകും നിങ്ങളുടെ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഓരോ എവിടെ നമ്മൾ പോകുന്നു അവിടെ നമ്മുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ ദൈവവിളി ഒരു ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അത് ദാനമായിട്ട് തന്നെ നമ്മൾ ദൈവത്തിന് തിരിച്ചു മനുഷ്യരെ സേവിച്ചുകൊണ്ട് ദൈവത്തിന് തിരിച്ചു കൊടുക്കണം. ആ ഓർമ്മയും പിന്നെ പിതാവ് പറയുമായിരുന്നു, നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പിച്ച് ദാനമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം വളരെയധികമാണ്. ആ സന്തോഷം മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അനുഭവിക്കണം. ഇത് ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫാദർ ആൻ്റണി അറക്കൽ, ആഞ്ഞിലിത്തറ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ വികാരിയാണ്. അഭിവന്യ ജോസഫ് കുരീത്തറ പിതാവുമായിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ ഏതാനും വർഷം കൊച്ചി രൂപയിൽ മിഷനറിയുടെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മിഷൻ രൂപതയിൽ പോയി ഒരു മിഷൻ അനുഭവം ഉണ്ടാകാനായിട്ട് അങ്ങനെയുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിടക്കാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെ ധ്യാനം നടക്കുമ്പോൾ അഭിനന്ദ ജോസഫ് കുരീത്തറ പിതാവ് എക്കഡോറിൽ എസ്മറാൾഡസ് എന്ന രൂപതയിൽ അവിടെ വൈദികരെ ആവശ്യമുണ്ട്, ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുള്ള ഒരു പേര് തരിക, ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. ഞാനും
വിക്ടർ മാതാവിൻ്റെ അച്ഛനും കൂടിയാണ് പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പിതാവിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണെന്ന്. പിതാവ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛന്മാർ ആവശ്യമുണ്ട്, എന്നോട് പറഞ്ഞ് പോകാൻ തയ്യാറായിക്കൊള്ളുക എന്ന്. അതിനുവേണ്ടി നസ്രത്ത് പള്ളിയിൽ നിന്ന് തന്നെ സ്ഥലം മാറ്റി ഞാൻ സെൻറ്റ് തോമസ് മോർ പള്ളിയിലെ ജോയി ഞാറക്കാട്ടുള്ളി അച്ഛൻ്റെ സഹായിക്കാനായിട്ട് കുറച്ചാണ് അവിടെ വന്നു. എൻ്റെ ഉദ്ദേശം എക്കഡോറിൽ പോകാനുള്ള പേപ്പർ ശരിയാക്കുക എന്നതായിരുന്നു. നിർഭാഗ്യവശാൽ ആ അവസരത്തിലാണൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ കുറച്ച് നാൾ ആസ്പത്രി കിടന്നതിന് ശേഷം മൂലമുള്ള കരുണാലയത്തിൽ 5-6 മാസം ഞാൻ ആയിരുന്നു. അതിനുശേഷം എല്ലാം റെഡിയായി നോർമലായി കഴിഞ്ഞു. ആ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട വൈദികർ ധ്യാനം കൊച്ചുരൂപ നടക്കുകയാണ്. ആ ധ്യാനത്തിൽ ധ്യാനിപ്പിച്ച അച്ഛൻ ഞങ്ങളുടെ പ്രൊഫസർ കൂടിയായ ഫാദർ ഡേഷ്യസ് ഓസിലി ആയിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനുമായിട്ട് എൻ്റെ ജീവിതം പങ്കുവച്ചു. ഇപ്പോൾ ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായ വിവരവും ഒരു മിഷന് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ മറുപടി ഇതായിരുന്നു, അങ്ങനെ പോകാൻ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഇങ്ങനൊരു അപകടം, അതൊരു അസാധാരണ അപകടവുമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അങ്ങനെ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടമുണ്ടാകുകയില്ല ഇങ്ങനെ ഒരു യാത്ര, ഒരു മിഷൻ രാജ്യത്ത് പോകുന്നത്. അതായിരിക്കണം അങ്ങനെ സംഭവിച്ചതെന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടു. ഞാനത് മുഖവിലക്കെടുത്ത് എൻ്റെ ആഗ്രഹം ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അഭിയന്ന ഗുരുത്തർ പിതാവിനെ കണ്ടിട്ട് പറഞ്ഞു, താൻ എക്കഡോറിൽ പോകുന്ന കാര്യം എന്തായി, ഉടനെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് ഈ ധ്യാനഗുരു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പിതാവ് വ്യക്തമായിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അവിടെ ജോസഫ് അച്ഛൻ മാത്രമേ ഉള്ളൂ, ഒരാളോട് അത്യാവശ്യമായിട്ട് പോകണം, താൻ നിർബന്ധമായിട്ട് പോകണം. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ വലമറിക്കുന്ന പണിയൊന്നും ചെയ്തില്ലെങ്കിലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അച്ഛന് ഒരു കൂട്ടായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം വീണ്ടും മാറ്റി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എക്കഡോറിൽ പോയി ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു പോവാൻ ആഗ്രഹിച്ചത് ജോസഫ് കുര്യത്തറ പിതാവ് ഒരു തോട്ടമാണ് എനിക്ക് നല്ല, അത്രയ്ക്ക് വലിയ, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യത്ത് അവരുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിക്കണം. അതൊരു വലിയ അനുഭവമായിരുന്നു, ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഒത്തിരി കാരണം നമ്മൾ കൊച്ചിയിലെ അച്ഛന്മാർ ഇവിടെ ചെയ്യുന്ന പോലെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. അതുപോലെ അവിടുത്തെ പിതാവ് ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ഞങ്ങളുടെ സാന്നിധ്യം ഒത്തിരി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് തരുമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ജോസഫ് അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അതിനുശേഷം അവിടെ റാഫി അച്ഛൻ വന്നു, അതിനുശേഷം ഇഗ്നേഷ്യസ് അച്ഛൻ വന്നു. ഞങ്ങൾ 4 പേര് അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആരുമില്ല, എല്ലാവരും എവിടെയാണ്, കൊച്ചിയിൽ തന്നെയാണ്. ഇങ്ങനൊരു വലിയ അവസരം അഭിയന്ന ജോസഫ് കുര്യത്തറയുടെ ജീവിതത്തിൽ നൽകി, ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എന്നും ജോസഫ് കുര്യത്തറ പിതാവിനോട് കടപ്പെട്ടവനാണ്. നമ്മുടെ സ്നേഹബഹുമാന്യനായിരുന്ന കൊച്ചി രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കുര്യത്തറയുമായി അടുത്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് രൂപതയിലെ യുവജന പ്രസ്ഥാനത്തിലൂടെയാണ്. യുവജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ കാലഘട്ടത്തിനനുസൃതമായി വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒക്കെ ശബ്ദമുയർത്താനും അവ നേടിയെടുക്കാനും വേണ്ടിയിട്ട് ജോസഫ് കുര്യത്തറ പിതാവ് നൽകിയിരുന്ന പ്രചോദനം വളരെ വലുതായിരുന്നു. 30 വർഷം മുമ്പ് പശ്ചിമ കൊച്ചിയുടെ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, വികസനമില്ലായ്മ, ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഇവയ്ക്ക് വേണ്ടിയിട്ട് ഒരു വികസന രേഖ ഇറക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വന്നപ്പോൾ പിതാവ് വളരെയേറെ പ്രോത്സാഹത്തോടു കൂടിയിട്ട്
വളരെയേറെ ചിന്തകൾ, വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയങ്ങൾ പിതാവ് നൽകിയിട്ടുണ്ടായി. അങ്ങനെ ആ പശ്ചിമ കൊച്ചി വികസന രേഖ ഈ പശ്ചിമ കൊച്ചിയുടെ 11ഓളം ഇടങ്ങളിൽ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന വലിയൊരു സത്യം, അന്നുണ്ടായിരുന്നതെല്ലാം 1995 ഉണ്ടായിരുന്നതെല്ലാം സംഭാവന ചെയ്തത് കുരിയത്ര പിതാവായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ച് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് പരിഹാരം നേടുവാനും പിതാവിൻ്റെ ഉപദേശങ്ങൾ വളരെ വലുതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് തോപ്പുംപടി പാലം, അന്ന് പഴയ പാലം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വേണമെന്നുള്ള ആ വ്യവസായികളുടെയും അവിടുത്തെ വ്യാപാരി വ്യവസായികളുടെയും മറ്റും സമ്മർദ്ദത്തിൽ പിതാവിന് വളരെ കണിശമായിരുന്നു. ഈ പുതിയ പാലം തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. ആ തലമുറകൾക്ക് വേണ്ടി വരുന്ന പാലം ഏറ്റവും സൗകര്യപ്രദമായ പ്രദേശത്ത് വേണം. അങ്ങനെയാണ് ആ പാലം തെക്കോട്ട് വാങ്ങി വരുന്നത്. അതോടൊപ്പം കൊച്ചിയിലെ പ്രശ്നങ്ങളുമായി യുവജനങ്ങൾ ഈ പശ്ചിമ കൊച്ചി മുഴുവൻ ജാഥ നടത്തിയപ്പോൾ അതിനെ വളരെ ശ്രദ്ധാലുവായിട്ട് പിതാവ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പിതാവ് ഉയർത്തിയ ഒരു വലിയ ഒരാശയമായിരുന്നു ഇരട്ട നഗരങ്ങൾ. കൊച്ചിക്ക് പ്രാധാന്യം നശിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് വികസനം വരുമ്പോൾ കൊച്ചിക്ക് ഇരട്ട നഗരം വേണം, കൊച്ചിയും എറണാകുളം ഇരട്ട നഗരങ്ങളായി വളരണം എന്നുള്ള വളരെ ആശയം പിതാവ് ഉയർത്തിയിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒട്ടേറെ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, സ്ത്രീ ശാസ്ത്രീകരണത്തിൽ, തൊഴിൽ പരിശീലനത്തിൽ, ദ്വീപുകളുടെ വികസനത്തിൽ, നമ്മളുടെ തീരദേശത്തിൻ്റെ വികസനത്തിൽ, അങ്ങനെ പിതാവ് കടന്നു ചെല്ലാത്ത മേഖലകളില്ലായിരുന്നു. അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിനെ പോലെയുള്ളൊരു മഹാശില്പി, ഒരു പകരം വെക്കാൻ വേറൊരു വ്യക്തി നമുക്ക് പശ്ചിമ കൊച്ചിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്രമാത്രം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കൊച്ചി പിതാവിൻ്റെ അല്ലെങ്കിൽ കുരിയത്ര പിതാവിനെ ഈ കൊച്ചിയുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു ചരിത്രസ്ഥാനീയനാക്കുന്നത് നമുക്ക് ഈ കൊച്ചിക്കാരുടെ എല്ലാവരുടെയും അവഗണിക്കാനാവാത്ത കടമയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. The